ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മളിരിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ ഗാർഡനിലാണ്. സോ അപ്പോൾ മനസ്സിലാവും ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാനുള്ളത്. പലരും എന്നോട് ചോദിച്ചു ഗാർഡനിങ് ബന്ധപ്പെട്ട വീഡിയോസ് അധികം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഗാർഡനാണ് കാണുന്നത്. ഒറ്റയടിക്ക് നിങ്ങൾ ഈ ലോൺ കാണുമ്പോഴത്തേക്ക് നോക്കിയാൽ വളരെ ഭംഗിയുണ്ട്. ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് 2 ആഴ്ച സമയമായി. 2 ആഴ്ച കണ്ടപ്പോൾ അവസ്ഥയാണ്. പക്ഷേ ഇതിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചെറിയ കളകൾ, ഈ ചെറുത് ഉദ്ദേശിക്കുന്നത് ആ സൈഡിലേക്ക് നിങ്ങൾ അപ്പുറത്തെ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ഒരുപാട് നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റാത്തതിലും വളരെ ചെറിയ കളകൾ, ഇതെല്ലാം കിളിർത്ത് വരുന്നേ ഉള്ളൂ. അതായത് ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിലോട്ട് നോക്ക്, ഇവിടെ നോക്ക്, കൃത്യമായിട്ട് കാണാൻ പറ്റും ഒരുപാട് കളകൾ കണ്ടോ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് വരും. അപ്പോൾ ഞാൻ ഇതിന് സാധാരണയായിട്ട് മാക്സിമം എപ്പോഴും കള നീക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഇത് കൈകൊണ്ട് പറിച്ച് മാറ്റുക എന്ന് തന്നെയാണ്. പക്ഷേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കെമിക്കൽസ് എന്തെങ്കിലും രാസവസ്തുക്കൾ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. വീണ്ടും മുട്ടുകയാണ്. പക്ഷേ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, കുറേ ഉപയോഗിച്ചപ്പോൾ എനിക്ക് വളരെ നല്ലതാണെന്ന് തോന്നിയ ഒരു മാർഗ്ഗമാണ് നിങ്ങളോട് ഈ കള മാറ്റാൻ. അതായത് ഈ സമയത്ത് കള ഒത്തിരി വലുതായി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സമയത്ത് കളനാശിനി കൊണ്ട് വീഡിസൈഡ് ഉപയോഗിച്ചിട്ട് ഇത് മാറ്റാവുന്ന ഒരു മാർഗ്ഗം ഞാൻ യൂസ് ചെയ്ത് നോക്കി. 2 പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കി, ഇഫക്റ്റീവ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും വരാൻ കാരണം നോക്കിയാൽ കാണാൻ പറ്റും ചുറ്റുപാടും കുറേ മരങ്ങളും വൃക്ഷങ്ങളൊക്കെ നിൽപ്പുണ്ട്. കാട്ടത്ത് ഒരുപാട് വിത്തുകൾ വീണ്ടും ഇവിടേക്ക് വീണിട്ട് വീണ്ടും ഈ കളകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ കള എടുക്കാൻ ലേറ്റായി കഴിഞ്ഞാൽ വീണ്ടും അതിൽ പൂക്കളും വിത്തും വന്ന് വീണ്ടും ഇങ്ങനെ മുളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ഈ സമയത്ത് തന്നെ, ഈ മുളച്ച് വരുന്ന സമയത്ത് തന്നെ ഇത് സാധനം അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ അതിനുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. പറ്റുന്നവരിത് ചെയ്യുക. തുടക്കത്തിൽ തന്നെ ചെയ്താൽ വളരെ നല്ലതാണ്. നമുക്ക് ഫുള്ളായിട്ട് ഈ കളയെ മാറ്റിയെടുക്കാൻ പറ്റും. നോക്കാം നമുക്കെങ്ങനെയാണ്. സോ ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ എന്ന് വെച്ചാൽ ഓൾ മിക്സ് എന്നൊരു സാധനമാണ്. ഹെർബിസൈഡാണ്, ഡ്യൂപോണ്ടിൻ്റെയാണ്. ഇതുപോലത്തെ വേറെ ബ്രാൻഡ്സും മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഈ ഓൾ മിക്സ് കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിക്കുക. 8 ഗ്രാമിൻ്റെ പാക്കറ്റ് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല വിലയുണ്ട്. 207 രൂപയാണ് ഇതിൻ്റെ വില. ഇത് മെറ്റ്സൾഫ്യൂറോൺ മീഥൈൽ, ക്ലോറിമ്യൂറോൺ ഈഥൈൽ എന്ന 2 കെമിക്കൽസിൻ്റെ ഒരു കോമ്പിനേഷനാണിത്. 207 രൂപ വിലയുണ്ട്. 8 ഗ്രാമാണ്. ഇത് വളരെ ഒരു 8 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു 40 ലിറ്ററിന് വരെ ഉപയോഗിക്കാം. നമുക്കിപ്പം അതിൻ്റെ ആവശ്യമില്ല. ഞാനൊരു 5 ലിറ്ററിന് വേണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്പ്രേ ഉണ്ടാക്കി കാണിക്കാം. 5 ലിറ്ററിന് ഒരു ഗ്രാം മതിയാവും ഇതിൽ നിന്ന്. അതുകൂടാതെ ഞാൻ ഇതിൽ കൂടെ മിക്സ് ചെയ്യുന്നത് ഫിൽവെറ്റ് എന്നൊരു സാധനമാണ്. ഇതൊരു സിലിക്കോൺ ബേസ്ഡ് സർഫക്റ്റൻ്റ് ആണ്. ശരിക്കും ഫിൽവെറ്റിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ ഇത് ഓൾ മിക്സിൻ്റെ എഫിക്കസി ഒന്നും കൂടെ കൂട്ടും. ഇതൊരു കുറച്ച് ഒരു സോപ്പി ടച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നൊരു സാധനമാണ് ഫിൽവെറ്റ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഓൾ മിക്സ് ഇടാം ഇതിലേക്ക്. അതായത് ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 ലിറ്റർ വെള്ളമാണ്. 5 ലിറ്ററിലേക്ക് ഒരു ഗ്രാം കണക്കാക്കി ഇടുക. അതിപ്പോൾ പ്രത്യേകിച്ച് കണക്കിൽ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു 8-1 നിങ്ങൾ കിട്ടുന്നതിൻ്റെ അളവ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഈ ഓൾ മിക്സിൻ്റെ അളവും കൂട്ടിക്കൊടുക്കുക. ഇതിൻ്റെ ഒരു ഗ്രാം കണക്കാക്കി ഇടുക. പിന്നെ 1 ലിറ്ററിന് ഏകദേശം 1 മില്ലിയാണ് ഈ ഫിൽവെറ്റ് വേണ്ടത്. അപ്പോൾ ഇത് ഒരു 1 മില്ലിയുടെ ഫില്ലറിൽ ഞാനൊരു 5 എണ്ണം ഇതിലേക്ക് ആഡ് ചെയ്യണം. സോ ഇത്രയും മതി മിക്സിന്. നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സ്പ്രേയറിലേക്ക് എടുക്കണം. ഇതിന് ഒരു 1 ലിറ്ററിൻ്റെ സ്പ്രേ എൻ്റെ കയ്യിലുള്ളൂ. നിങ്ങളിൽ വലിയ സ്പ്രേയർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാൻ അതിനിടയ്ക്ക് ഒരു താമര വിത്ത് മുളപ്പിക്കാനുള്ള സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്ടൊക്കെ ശരിയായി വരുന്നുണ്ട്. ഞാൻ നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇത് കാണാൻ നോക്കുക. ഇത് വിത്ത് മുതൽ ഇതെങ്ങനെ മുളപ്പിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഈ കള കാണുന്ന ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് നന്നായിട്ട് കളകളിൽ പിടിക്കുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പേടിക്കേണ്ട. സാധാരണ ഈ ഒരു ഹെർബിസൈഡ് നമ്മൾ നെൽപ്പാടങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനമാണ്. കുറച്ച് സേഫായിട്ടുള്ള സാധനമാണ്. നമ്മൾ കുറഞ്ഞ ഡൈല്യൂഷനിൽ ഉപയോഗിക്കണേ. അപ്പോൾ ഇത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇതിലെ കളകൾ മാത്രം, വീഡ്സ് മാത്രമേ നശിച്ചു പോവുള്ളൂ. അത് നമ്മുടെ ലോണിലെ ഗ്രാസ് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. ഇതുപോലെ എല്ലാ ഭാഗത്തും ഈ കള കാണുന്ന ഭാഗത്തൊക്കെ ഭംഗിയായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക.
സോ ഇതെല്ലാം മൊത്തം ഞാനൊന്ന് സ്പ്രേ ചെയ്യട്ടെ. ഇവിടെയൊക്കെ നോക്കിയാൽ ഒരുപാട് ചെറിയ തൈകളിങ്ങനെ മുളച്ചു. ഇത് ഇപ്പം തന്നെ വിത്ത് വീണ് വരുന്നതാണ്. ഇതിപ്പോൾ തന്നെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് വളർന്ന് പിന്നെ വിത്തുണ്ടായി വീണ്ടും ഇത് വരില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് കളനാശിനി ഉപയോഗിക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും വിത്ത് വീണ്ടും മുളച്ചിരിക്കുന്നത്. സോ ഇതുപോലെ ഞാൻ മൊത്തം ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ ഏകദേശം എല്ലാ ഭാഗവും കളയുള്ള ഭാഗത്തൊക്കെ ഞാൻ നന്നായിട്ടത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഞാനത് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് അറിയണമെങ്കിൽ ആൾമോസ്റ്റ് 1 വീക്ക് എടുക്കും. ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്കിത് അറിയാൻ പറ്റും. ഇതെല്ലാം കരിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ പുറത്ത് പറ്റി പിടിച്ചിരുന്ന് പിന്നെ വേറെ എന്നുള്ളത് ഒരു 5-6 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ മഴ നനയാതെ നോക്കണം, വെള്ളം നനയാതെ നോക്കണം. ആ സമയത്ത് മഴയുള്ള സമയത്ത് സ്പ്രേ ചെയ്യാണ്ടിരിക്കുക. 5-6 മണിക്കൂർ എൻ്റെ പുറത്തിരുന്നിട്ടേ കാര്യമുള്ളൂ. സോ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, വെൽക്കം ബാക്ക് ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ നമ്മുടെ ലോൺ ഇത് കണ്ടു. ലോണിൽ കളനാശിനി അപ്ലൈ ചെയ്തതിൻ്റെ 10ാമത്തെ ദിവസമാണെന്ന്. ഞാനന്ന് മെയിനായിട്ട് നിങ്ങളെ കാണിച്ചത് ഈ ഭാഗത്തെ കളകളായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്ത് കാണിച്ച്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, വളരെ ക്ലീൻ ആയിട്ടുണ്ട്. ഈ സ്ഥലമൊക്കെ വളരെ ക്ലീനാണ്, കണ്ടോ? അത്രയ്ക്കും ഇഫക്റ്റീവാണ് ഈ സാധനം. ഇനി നിങ്ങൾ ഈ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള സാധനം കണ്ടോ? ചിലത് മഞ്ഞ, ഇത് ശരിക്കും കളയാണ്. ഇത് 2 ദിവസം കഴിയുമ്പോൾ ഇതും പോണതായിട്ട് കാണും. ഇപ്പോൾ തന്നെ നശിച്ചിരിക്കുക. കുറച്ച് ബാക്കി ചെറുതെല്ലാം വളരെ കൃത്യമായിട്ട് പോയിട്ടുണ്ട്. ഒരെണ്ണം പോലും ബാക്കിയില്ല, കണ്ടോ? എന്നാൽ നമ്മുടെ ഗ്രാസിനെ ഒട്ടും തന്നെ ഇത് ബാധിച്ചിട്ടുമില്ല. ഇതേ കാണുന്ന ഒരു കളയാണ്. ഇത് മഞ്ഞ നിറത്തിലായി നിൽക്കുക. നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും മഞ്ഞ നിറം, കേട്ടോ. ഇത് 2 ദിവസം കഴിയുമ്പോൾ ഇതും പോണതായിട്ട് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വലിയ കളകൾക്ക് അത്ര ഇഫക്റ്റീവ് അല്ലെന്ന്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ കളകളും വളരെ കൃത്യമായിട്ട് ഇതേ മഞ്ഞ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഈ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തേക്ക് നോക്കൂ, ഇവിടെയും കുറച്ച് വലിയ കളകൾ മാത്രം, അതെല്ലാം മഞ്ഞ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. കണ്ടോ? വളരെ കൃത്യമായിട്ട്. അപ്പം എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്ന, വളരെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ലോണിപ്പം വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2-3 പ്രാവശ്യം നിങ്ങളിങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലോണ് ഒരു കളയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഇതിൻ്റെ വിത്തുകൾ വീണ്ടും കിടന്ന് മുളയ്ക്കുന്നതുകൊണ്ടാണ് ഞാൻ 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞത്. വരുന്നതനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ വിത്തുകൾ മൊത്തം തീർന്നാൽ പിന്നെ ഇവിടേക്ക് കളകളൊന്നും വരുന്നില്ല എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഇത് കൊറിയൻ ഗ്രാസാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കൊറിയൻ ഗ്രാസിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ബാംഗ്ലൂർ ഗ്രാസാണോ അമേരിക്കൻ ഗ്രാസാണോ എന്താണ് വെക്കുന്നത്, എല്ലാത്തിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ശരിക്കും എൻ്റെ ഈ ലോണിനിപ്പോൾ 12-13 വർഷത്തെ പഴക്കമുണ്ട്. 13 വർഷമായിട്ട് ഇത്രയെങ്കിലും ഭംഗിയായിട്ട് ഈ ലോൺ ഇങ്ങനെ കിടക്കുന്നതെങ്കിൽ അതിന് കാരണം എൻ്റെ ഒരു മെയിൻ്റനൻസ് ആണ്. ഞാൻ ഈ മാർഗ്ഗമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന സാധനം കുറച്ച് കോസ്റ്റ്ലിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് രണ്ടും കൂടെ വാങ്ങുമ്പോൾ ഏകദേശം ഒരു 300 രൂപയ്ക്ക് പുറത്ത് വരും. പക്ഷേ ഈ 300 രൂപയ്ക്ക് വാങ്ങുന്നത് നമുക്ക് 8 പ്രാവശ്യം അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ അതൊട്ടും കോസ്റ്റ്ലി അല്ല. നമ്മൾ ഇടുന്ന ഇഫേർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടും കോസ്റ്റ്ലി അല്ല. സോ എല്ലാവർക്കും വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ വീട്ടിലെ ലോണിൽ അപ്ലൈ ചെയ്യാവുന്നൊരു മാർഗ്ഗം തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം കുറേ വ്യൂവേഴ്സ് ഉണ്ട്. എനിക്ക് വ്യൂവേഴ്സ് ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.